ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ 3-4 ദിവസം വീഡിയോ ഇട്ടില്ല. കാരണം നമ്മുടെ അമ്പലത്തിലെ ഉത്സവമൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തിരക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ വീഡിയോ ഇതുപോലെ ഷോർട്സിനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എഡിറ്റ് ചെയ്ത് ഞാനിപ്പം ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മുടെ ഇത് ഉത്സവത്തിൻ്റെ തലേന്നുള്ള വീഡിയോ ആണ് കേട്ടോ. നമുക്ക് 3 ദിവസമായിരുന്നു ഉത്സവം. ഇപ്പോൾ തലേന്നുള്ള വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായയൊക്കെ ഇട്ടു. പിന്നെ ഉച്ചക്കത്തേക്കുള്ള മെഴുക്കുവരട്ടിക്കുള്ള ബീട്രൂട്ടും കാര്യങ്ങളൊക്കെ അരിയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സാമ്പാറാണ് കേട്ടോ. സാമ്പാറും പിന്നെ രാവിലത്തേക്കുള്ള കാപ്പിക്കുള്ള ചമ്മന്തിയൊക്കെ റെഡിയാക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് രാവിലെ എല്ലാവരും കാപ്പിയൊക്കെ വെച്ച് ദോശയും ചമ്മന്തിയൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ തലേന്ന് തന്നെ അമ്പലത്തിൽ എല്ലാം പോവുകയും അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെയാണ്. നമ്മൾ ഉത്സവത്തിൻ്റെ തലേന്ന് എല്ലാവരും പോകും കേട്ടോ. കുടുംബക്കാരെല്ലാവരും നമ്മൾ പോവും. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്കുള്ള വാഴയിലയൊക്കെ വെട്ടി വെക്കുകയാണ്. അപ്പോൾ അച്ഛൻ നമ്മുടെ കണ്ടത്തിൽ നിന്ന് വാഴയിലെല്ലാം വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ അത് കൊണ്ട് കൊടുക്കണം. ഇനി ഞാൻ കൊണ്ട് കൊടുക്കാൻ വന്നപ്പോഴുള്ള വീഡിയോ ആണ് കേട്ടോ. അത് നമ്മുടെ കണ്ടത്തിലുള്ള ഒരു കുറച്ച് ഭാഗങ്ങളാണ്. ഇതിവിടെ ഇരുന്ന് ഞാൻ നേരത്തെ കുക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അപ്പോൾ അമ്മയാണെങ്കിൽ ആ സമയത്ത് അവിടെ തുണിയൊക്കെ കഴുകാൻ വന്നിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നനകല്ലൊക്കെ ഇട്ടിട്ട് തുണിയൊക്കെ കഴുകാനുള്ള സെറ്റപ്പൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും തുണിയൊക്കെ കഴുകിയിട്ട്, കാരണം നമ്മളിനിയിപ്പോൾ 3-4 ദിവസം ബിസി ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ തുണിയൊക്കെ ഞാൻ കഴുകിയിട്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് അവിടെ ഉച്ചയ്ക്കല്ല, നമുക്കൊരു വൈകിട്ട് ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് ചോറൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വൈകിട്ട് അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ ചെന്നിട്ട് നമ്മൾ പിറ്റേന്നത്തേക്കുള്ള പായസം എല്ലാം നമ്മൾ ഓരോ ബോട്ടിലാക്കി വെക്കുകയാണ്. പിന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചിമാരും പിന്നെ അതുപോലെ തന്നെ വല്യമ്മച്ചിമാരും കുഞ്ഞമ്മമാരും അങ്ങനെ എല്ലാ ബന്ധുക്കാരും ഉണ്ടായിരുന്നു, മാമന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഒരാളിങ്ങനെ ബോട്ടിലെടുത്ത് തരും. പിന്നെ നമ്മൾ 2-3 പേരിൽ ഇങ്ങനെ പായസമൊക്കെ ഫില്ല് ചെയ്യും. പിന്നെ അമ്മയാണെങ്കിൽ അവിടെ ഇലയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് ജോലികളുണ്ട് കേട്ടോ. പിന്നെ പൂമാലയൊക്കെ എടുത്ത് മാറ്റി വെക്കണം. അവിടെ തോരണങ്ങളൊക്കെ അലങ്കരിക്കണം. നമ്മുടെ ദേവിയുടെ ചുറ്റും, അമ്പലത്തിന് ചുറ്റും മാലയൊക്കെ കെട്ടണം. അങ്ങനെ ഭയങ്കര ഒരു രസമാണ് കേട്ടോ. അത് പ്രത്യേക ഒരു ഫീലാണ് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മളെല്ലാവരോടൊക്കെ പായസമൊക്കെ നിറച്ച് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് കുരുത്തോലയുടെ പണികളാണ് കേട്ടോ. കുരുത്തോലയുടെ നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ചേച്ചി അത് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെയ്ത് പ്രാക്ടീസായി. അപ്പോൾ എല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കുരുത്തോല ഉണ്ടാക്കുന്നതും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയും ഞാനും നമ്മുടെ വേറൊരു ചേച്ചിയും കൂടെയാണ് കുരുത്തോലയൊക്കെ റെഡിയാക്കിയത്. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മളിനി അവിടെ തോരണങ്ങളായിട്ട് ദേവിയുടെ നടയുടെ ചുറ്റും നമ്മൾ പൂമാലയും കുരുത്തോലയൊക്കെ വെച്ച് മാല ചാർത്തി, പിന്നെ നമ്മുടെ നടപ്പന്തലിൽ നമ്മൾ കയറുന്ന വഴിയിലെല്ലാം പൂമാലയൊക്കെ കെട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ കേട്ടോ.